അസ്സലാമലൈക്കും നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഹമ്മൂസിൻ്റെതാണ്. ഹമ്മൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഹമ്മൂസിൽ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള തഹീന പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. തഹീന പേസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. ഞാനത് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം അത് നന്നായിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 500 ml വെള്ളമാണ് ഞാൻ വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി വേണ്ടത് നമുക്ക് വെള്ള എള്ളാണ്. ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ള എള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ കടല വേവിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് അരക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണം. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വേണം. പിന്നെ ഉപ്പ് കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എള്ളൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ തഹീന പേസ്റ്റാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ള എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എള്ളൊന്ന് 4 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം. എള്ളിൻ്റെ കളറൊന്നും ഒരുപാട് മാറിപ്പോവരുത്. ഒരു 4 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. ഒരുപാട് കളർ മാറിപ്പോവരുത്. എന്നിട്ട് നമുക്ക് തഹീന പേസ്റ്റ് റെഡിയാക്കാം. എള്ളിതാ വറുത്തത് ഒന്ന് ചൂടാറിയ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ എള്ള് നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. 2 ടേബിൾ സ്പൂണാണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ തഹീന പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഞാൻ മുഴുവനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കടല വേവിച്ച് വെച്ച വെള്ളമുണ്ട്, അത് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഹമ്മൂസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഹമ്മൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ഒന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി ഞാനിതിന് മേലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര മതിയാവും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എല്ലാം ഒന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടല വേവിച്ച് വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ റെഡിമെയ്ഡ് തഹീന പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തഹീന പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വെള്ളമെല്ലാം എല്ലായിടത്തും കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഹമ്മൂസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും